ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഅഖുദു ശൈത്വാനു അലാ ഖാഫിയതി അഹദികും ഇദാ ഹുവ നായിമുൻ. ഉറങ്ങുന്നവൻ ഉറങ്ങുന്ന സന്ദർഭത്തിൽ പിശാചവന് പെരടിയിലേക്ക് കെട്ടിട്ട് കൊടുക്കുമേ. സലാസുഖദിൻ, 3 കെട്ടുകളാണുള്ളതെന്ന് നബിയുനാ റസൂലുള്ളാഹി. യളരിബു അലാ കുല്ലി ഉഖദിൻ അലൈക ലൈലുൻ തവീലുൻ ഫർഖുദ് ഫർഖുദ്. ഓരോ കെട്ടിന്മേലും അവനിങ്ങനെ അടിച്ചുകൊണ്ട് പറയുമത്രേ, നിനക്കൊരുപാട് ദീർഘമായ രാത്രിയാണ് മുന്നിലുള്ളത്. ഉറങ്ങിക്കോ ഉറങ്ങിക്കോ മനുഷ്യ, ഉറങ്ങിക്കോ സോദരാ. അല്ലേ, ഒരു മനുഷ്യൻ നല്ലോണം ഉറങ്ങുന്ന എപ്പോഴാ? 4 മണിക്ക് എഴുന്നേറ്റിട്ട് ഒന്ന് ടോയ്ലറ്റിലൊക്കെ പോയി തിരിച്ചു വന്നാൽ പിന്നെ നല്ല ഉറക്കമായിരിക്കും. സുബഹില്ലാതെ അവിടെ നിന്ന് ഉറങ്ങും. ആ സമയത്താണ് കൂടുതൽ ഉറക്കം. 3 മണി 4 മണി സമയം വരെയാണ്. കാരണം കടത്തം തന്നെ 2 മണി 1:30 ആകുമ്പോഴാണ് ഉറങ്ങുക. അതുവരെ വാട്സാപ്പ് ഫേസ്ബുക്ക് അങ്ങനെ കറങ്ങി നിൽക്കുകയാണ്. ഒന്ന് അങ്ങോട്ടിറങ്ങി ഇങ്ങോട്ടിറങ്ങി, പിന്നെ യൂട്യൂബിൻ്റെ അടുത്തൊന്ന് പോയി, പിന്നെ തിരിച്ചൊന്ന് വന്ന് ഇങ്ങനെ കറങ്ങുകയാണ്, റോന്തി ചുറ്റാണ്. പിന്നെ കുറച്ച് നേരം ഇൻസ്റ്റഗ്രാമിലിരുന്ന്, പിന്നെ കുറച്ച് നേരം ഷെയർ ചാറ്റിൽ ഇതുവരെ പോയില്ലല്ലോ എന്ന് പറഞ്ഞ് അങ്ങോട്ട് പോയി. എല്ലാവരെയും ഒന്ന് സന്തോഷിപ്പിക്കും, എല്ലാ ആപ്പുകളെയും സന്തോഷിപ്പിച്ചതിന് ശേഷം ലാസ്റ്റാണ് ഒന്ന് ഉറങ്ങുക. അപ്പോഴത്തേക്കും മണി 2:30 3 പിന്നെ അലാറം വെക്കുന്ന പരിപാടിയില്ല. അലാറം സ്ഥിരമായ ഒരു അലാറം വെച്ചിട്ടുണ്ട് 8 മണി, അതങ്ങനെ തന്നെ വെച്ചിരിക്കുകയാണ്. പിന്നെ സെറ്റിങ്സ് മാറ്റുന്നില്ല. രാവിലെ 5 മണിക്ക് വെക്കലില്ല. 4:30 ഇന്നവരെ എഴുന്നേറ്റ ചരിത്രമില്ല. പിന്നെ അങ്ങനെ നമ്മൾ റെഡിയാവും. 3 കെട്ടുകൾ പിശാചിടുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ഉറങ്ങുന്നവൻ്റെതാകുന്ന പിരടിയിലേക്ക് അലാ ഖാഫിയത്തി റഅസി അഹദികും, നിങ്ങളുടെ തലയുടെ ഓരത്ത് നിൽക്കുന്ന പെരടിയിലേക്ക് പിശാച് 3 കെട്ടിട്ട് തരും. സലാസു ഉഖദിൻ, 3 കെട്ടുകൾ. ആ 3 കെട്ടിന്മേൽ യദ്രിബു അലാ കുല്ലി ഉഖദിൻ അലൈക ലൈലുൻ തവീലുൻ ഫർഖുദ്. പിശാച് പറയും, ഓരോ കെട്ടിന്മേൽ ഇങ്ങനെ തട്ടിയിട്ട് പറയും, നീ ഉറങ്ങിക്കോ, നിനക്ക് ഒരുപാട് രാത്രിയുണ്ട് കേട്ടോ, ഇനിയുണ്ട്, ദീർഘമായ രാത്രിയുണ്ട്, നല്ലതുപോലെ ഉറങ്ങിക്കോ, ദുർഗം വരിച്ച് ഉറങ്ങിക്കോ എന്ന് പറഞ്ഞ് നിന്നെ നല്ലതുപോലെ ഉറക്കാൻ പരിശ്രമിക്കുമാര് പിശാചി എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഫൈനിസ്തയഖള ഫദക്കറല്ലാഹ അസ്സ വജല്ല. ഉറക്കിൽ നിന്ന് സുബൈക്ക് എഴുന്നേൽക്കാനുള്ള നിയ്യത്തോടുകൂടി കടന്ന് രാവിലെ സുബൈക്ക് എഴുന്നേൽക്കുന്നതായ സഹോദരിയുണ്ടോ, സഹോദരനുണ്ടോ, ചെറുപ്പക്കാരുണ്ടോ? രാവിലെ എഴുന്നേറ്റുകൊണ്ടവൻ ദിക്ർ ചൊല്ലിയാലുടനെ പിരടിയിൽ നിന്ന് 1 കെട്ട് അഴിയുമേ എന്ന് നബിയുനാ ശഫീഉനാ റസൂലുള്ളാഹി. രണ്ടാമതായി അവൻ പോയി കൃത്യമായി നല്ല വൃത്തിക്ക് ഒരു വുളൂ ചെയ്താൽ 2ാമത്തെ കെട്ട് അഴിയുന്നതാണ് നബിയുനാ റസൂലുള്ളാഹി. മുസല്ല വിരിച്ചുകൊണ്ട് നമസ്കരിക്കാൻ സഹോദരിമാര് നിലകൊണ്ടാൽ, സഹോദരങ്ങളെ നിങ്ങൾ താല്പര്യം കാണിച്ചാൽ ആ നമസ്കരിക്കുന്നതോടുകൂടി 3ാമത്തെ പിരടിയിലെ കെട്ടുകൂടി അഴിഞ്ഞു വീഴുമേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. പിശാച് കെട്ടിയിട്ടതാകുന്ന 3 കെട്ടുകൾ ഉറക്കിലേക്ക് വീഴുമ്പോ ഓരോ മനുഷ്യന്റെയും പെരടിയിലേക്ക് 3 കെട്ടുകൾ ഉണ്ടാകുമത്രേ. ആ 3 കെട്ടുകൾ അഴിക്കാനുള്ള വിധവും റസൂലുള്ള പറയുകയാണ്. ഉറക്കിൽ എഴുന്നേറ്റാലുടനെ ദിക്ർ ചൊല്ലിക്കൊണ്ട് എഴുന്നേൽക്കണേ. തീർന്നില്ല, നല്ല കൃത്യമായി വുളൂ ചെയ്യണേ, വൃത്തിയായി നിസ്കരിക്കണേ. അവിടെ നിസ്കാരം വേണം. ഈ 3 കാര്യങ്ങളിലൂടെയാണ് ഉയർച്ച ഉണ്ടാവുക. ഈ 3 കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ അവന്റെ 3 കെട്ടുകളും അഴിഞ്ഞു വീഴും. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവ പിശാച് മറപ്പിക്കുന്നത് അവന് രാത്രി ഉറക്കിക്കളയും. ചില ആളുകളെ ഉറക്കം അത് അള്ളാഹുവിനെ മറപ്പിക്കുന്ന ഒരു സംഗതി തന്നെയാണ്. ശരിയല്ലേ? നല്ല ഉറക്കം, ഗാഢനിദ്ര. ഇസ്തഹ്വദ അലൈഹിമുശ് ശൈത്താൻ
أنساهم ذكر الله أولئك حزب الشيطان ألا إن حزب الشيطان هم الخاسرون. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു ഉറപ്പെടുത്തുകയാണ്, ഒന്ന് പിശാച് അവനെ ഉറക്കിൽ മറപ്പിക്കുകയാണ്, അല്ലാഹുവിനെ മറപ്പിക്കുകയാണ്. രണ്ടാമതായി പിശാച് മറപ്പിക്കുന്ന ഏതിലൂടെ എന്നറിയുമോ? അള്ളാഹുവിനെ കൊണ്ടുള്ള മറവി. നിസ്കരിക്കാതെ, നോമ്പുകൾ നോൽക്കാതെ, സകാത്തുകൾ കൊടുക്കാതെ, ഇബാദത്തിന്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ, ദീനിയായ ഒരു കാര്യങ്ങളിലും ശ്രദ്ധ ചെലുത്താതെ ജുമാ ജമാഅത്തുകളിൽ നിന്ന് ജനങ്ങളെ വിലങ്ങുതടിയാക്കുന്നത്. രണ്ടാമത്തത് കളിയാണ്, തമാശയാണ്. കളിതമാശകൾ, കാൽപന്ത് കളികൾ, അത് ക്രിക്കറ്റ് കളിയും ഫുട്ബോൾ കളിയും എല്ലാം ഉൾപ്പെട്ടു. ഇപ്പോൾ ഒരു കളിയും കൊണ്ട് കഴിഞ്ഞതേ ഉള്ളൂ 2020. ഇപ്പം അടുത്ത കളിയിലേക്ക് എല്ലാവരും ചിന്ത പോയിക്കൊണ്ടിരിക്കുക. നാടും നഗരവും ഒക്കെ ഒരുങ്ങിക്കഴിഞ്ഞു. ഫ്ലക്സ് ബോർഡുകളെ കൊണ്ട്, വലിയ വലിയ കട്ടൗട്ടുകളെ കൊണ്ടൊക്കെ നിറഞ്ഞു. ഖുർആൻ പറഞ്ഞതാണത്. എന്ത് പറഞ്ഞു? ഇതാ കേട്ടോ. യഅലമൂ അന്നമൽ ഹയാത്തുദ് ദുനിയാ ലഅബു വലഹു وزينة وتفاخر بينكم وتكاثر في الأموال والأولاد كمثل غيث أعجب الكفار نباته ثم يهيج فتراه مصفرا ثم يكون حطاما وفي الآخرة عذاب شديد ومغفرة من الله ورضوان وما الحياة الدنيا إلا متاع الغرور. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഹലോക ജീവിതത്തെ കുറിച്ച് ഓർമ്മപ്പെടുത്തുകയാണ്, പഠിപ്പിക്കുകയാ. അല്ലയോ മുഅ്മിനീങ്ങളെ, സത്യവിശ്വാസികളെ, ഇഅലമു, നിങ്ങൾ അറിയണേ, പഠിക്കണേ, ഉൾക്കൊള്ളണേ, അന്നമൽ ഹയാത്തുദ് ദുനിയാ, ഈ ദുനിയാവിന്റെ ജീവിതം, ഇഹലോക ജീവിതം എന്ന് പറയുന്നത് ലഹുൻ വലഅബ്, ഇത് കേവലം ഒരു കളിയും തമാശയുമാണെന്ന് വിശുദ്ധമായ ഖുർആൻ. ദുനിയവിയായ ജീവിതം എന്ന് പറയുന്നത് കളിതമാശകൾ നിറഞ്ഞ ജീവിതമാണ്. അള്ളാഹു പറയാൻ എന്താണ് ദുനിയാവ്, ശരിക്കും പഠിക്കണം. ഇവിടെ അള്ളാഹുവിനെ മറപ്പിച്ചുകൊണ്ടിരിക്കുന്ന പ്രവണതകൾ ഉണ്ടാവും. കാൽപന്ത് കളികളുടെ പിറകെ ഓടുന്ന ആളുകളുണ്ടാവും. ക്രിക്കറ്റിൻ്റെതാകുന്ന താരരാജാക്കന്മാരുടെ പിറകെ ഓടുന്നവരുണ്ടാകും. സിനിമാ നടീ നടന്മാരുടെ പിറകെ അവർ ചെയ്ത ഫേഷ്യലുകളും അവർ അനുഷ്ഠിച്ചതാകുന്ന പ്രവർത്തനങ്ങളും അവരുടേതാകുന്ന ശരീരഘടനകളും കൊണ്ടുവരാൻ പരിശ്രമിക്കുന്നവരുണ്ടാകും. അന്നദ്ദുന്യാ ലഅബുൻ വലഹുവൻ. ചെറിയ കുട്ടികൾക്ക് അത് ദുന്യാവെന്ന് പറയുന്നത് കളിയും തമാശയും തന്നെയാണ്. അല്ലാഹു പറയാൻ, ചെറുപ്പക്കാരായ ആളുകൾ, യുവാക്കൾ, യുവതികൾ, അവർക്ക് ഈ ദുനിയാവ് കളി തമാശയാണ്. കുറച്ചുകൂടി പ്രായമെത്തി കഴിയുമ്പോഴോ ഖുർആൻ പറയാൻ, ഈ ദുനിയാവിൽ ജീവിക്കുന്നതായ സഹോദരിമാർക്ക്, പ്രായം ചെന്നതായ സഹോദരിമാർക്ക്, യുവതികൾക്ക്, പ്രായമുള്ളതാകുന്ന ഉമ്മമാർക്ക് അവർക്കൊരു സൗന്ദര്യ പ്രകടനത്തിന് ലോകമാണ്. മണിക്കൂറുകളാണ് അവര് ലൈറ്റിന്റെ മുന്നിൽ നിലകൊള്ളുന്നത്. കണ്ണാടിക്ക് മുന്നിലൊക്കെ എത്ര നേരെയാണ് ഒരുങ്ങാൻ വേണ്ടി നിൽക്കുന്നത്. പ്രൗഢി കാണിക്കുകയാണ്. 1.5 ലക്ഷം രൂപയുടെ വരെ ഫേഷ്യൽ നടത്തിയിട്ട് കല്യാണ മാമാങ്കത്തിന് വേണ്ടി നിലകൊള്ളുന്ന സഹോദരിമാരുള്ള കാലഘട്ടം. 1.5 ലക്ഷം രൂപ. മനസ്സിലാക്കണം എവിടെയാണ് ലോകം എത്തിപ്പെടുന്നത്. അതിനൊന്നും സമ്പത്തൊരു വിഷയമല്ല, ആരും ചോദിക്കുന്നുമില്ല.
1.5 ലക്ഷം രൂപയുടേതാകുന്ന ഫേഷ്യൽ നടത്തുന്ന ആളുകൾ, അതൊക്കെ ഏറ്റവും കുറഞ്ഞതാണ് പറഞ്ഞത്. എവിടെയാണ് സമൂഹം എത്തിപ്പെട്ടിരിക്കുന്നത്? ലക്ഷക്കണക്കിന് രൂപ അതിനുവേണ്ടി മുഴക്കാണ്. ഈ ചെറിയൊരു മുഖകമലം അത് നന്നാക്കുന്നതിന് വേണ്ടി, മിനുക്കുന്നതിന് വേണ്ടി മുഖത്ത് മാത്രം ഇടുന്ന ഫേഷ്യലിന്റെ കാര്യമാണ് ഈ പറയുന്നത്. 1-2 ലക്ഷം രൂപ, അതും കുറഞ്ഞ മണിക്കൂറുകൾക്ക് വേണ്ടി മാത്രമായിട്ട് കളഞ്ഞു പൊടിക്കാൻ. ഫേഷ്യൽ ചെയ്യുന്ന വ്യക്തികൾക്ക് വേണ്ടിയുള്ള കൂലി, ആ സ്ഥാപനത്തിന് വേണ്ടി കൊടുക്കുന്ന കൂലി, അതിൻ്റെ സാധന സാമഗ്രികൾ കൊടുക്കുന്ന വില എത്രയോ വലുതാണ്. അപ്പോൾ ഒരു സീനത്താണ് ദുനിയാവ്. വലിയതാകുന്ന ഒരു സീനത്തായിട്ട്, സൗന്ദര്യ പ്രകടനമായിട്ട് മനസ്സിലാക്കുകയാണ് ചില സഹോദരിമാർ. സീനത്തുൽ നിസ്വ, സ്ത്രീകൾക്ക് ഇവിടെ വലിയ സൗന്ദര്യം മറ്റുള്ളവർ പ്രകടിപ്പിക്കലാണ് ഈ ദുനിയാവ്. അവരതിനു വേണ്ടി നിലകൊള്ളും. ഖുർആൻ പറയാണ്, അള്ളാഹ്ക്ക് നേരത്തെ അറിയാമല്ലോ അള്ളാഹുവിലെ മനുഷ്യനെ സൃഷ്ടിച്ചത്. എന്നിട്ട് പറയാൻ, വതഫാഖുറും ബൈനകും, നിങ്ങൾക്കിടയിൽ അന്തസ് നടിക്കലാണ് ദുനിയാവ്. കൂറ്റം ഫ്ലക്സ് ബോർഡുകളും വലിയതാകുന്ന കട്ടൗട്ടുകൾ വെച്ചുകൊണ്ട്, അത് കരയിലും കടലിലും കൊണ്ടുപോയി വെച്ചുകൊണ്ട്, ഞങ്ങളാണ് ഇതിന്റെ വക്താക്കൾ എന്ന് ജനങ്ങളോട് വിളിച്ചു പറയാനാണ്. വതഫാഖുറും ബൈനകും, ജനങ്ങൾ അവർക്കിടയിൽ തന്നെ അന്തസ് നടിക്കുന്നതായ കാലഘട്ടമാണ്. ഞങ്ങളുടെ കട്ടൗട്ടാണ് വലുത്, ഞങ്ങളുടെ രാജാവാണ് വലുത്. ഓരോരുത്തരും അന്തസ് നടിക്കാൻ, ഞങ്ങളുടെയാണ് വലുത്, ഞങ്ങളുടെയാണ് വലുത്. ഇത്ര മീറ്റർ പൊക്കമുണ്ട്, ഇത്രയുണ്ട്. വതകാസുറും ഫിൽ അംവാലി വൽ ഔലാദ്, സമ്പത്തിനും സന്താനത്തിനും ആധിക്യമുള്ളത് പറഞ്ഞുകൊണ്ട് ജനങ്ങൾ വലിയതാകുന്ന അന്തസ് നടിക്കുന്നതായ കാലഘട്ടമാണ് ദുനിയാവ്. എത്രയോ രക്ഷിതാക്കൾ സ്വന്തം മക്കളുടെ സമ്പത്തിനെ കുറിച്ച്, അതിന്റെ ആധിക്യത്തെ കുറിച്ച് ഗരിമ പറയുന്നില്ലേ? എന്റെ മകന് ഉന്നതമായ സമ്പത്താണ്, അവന് വലിയ വാഹനമുണ്ട്, വലിയ വീടുണ്ട്, വലിയ സൗകര്യങ്ങളുണ്ട്, എല്ലാം പറഞ്ഞുകൊണ്ട് അന്തസ് നടിക്കുകയാണ്, അന്തസ് വെക്കുകയാണ്. എന്റെ മകളെ ഞാൻ അയച്ചിട്ടുള്ളത് ഇന്നവന്റെ അടുക്കലേക്കാണ്. മരുമകൻ വലിയ ദുബായിൽ കമ്പനി നടത്തുന്ന വ്യക്തിയാണ്, അവൻ വലിയ സമ്പന്നനാണ്. അല്ലേ? എത്ര ആളുകൾ മാനുസാദവറുകൾ, അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകട്ടെ. ഇൻഷാല്ലാഹ് ഉസ്താദിന്റെ ദുആ ഉണ്ടാവും. ഞാൻ വേഗം നിർത്തി, അധികം നീട്ടൂല. അല്ലാഹു ഉസ്താദിന് ആഫിയത്തുള്ള ദീർഘായുസ്സ് നസീബാക്കി. എല്ലാവർക്കും ഇൻഷാല്ലാഹ് തബറുക്കിന്റെ ഭക്ഷണമുണ്ട്. ഉസ്താദിന്റെ ദുആഇന് ശേഷം അത് വിതരണം ചെയ്യും. അത് വാങ്ങിയിട്ട് എല്ലാവരും പോകാവുള്ളൂ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ പറയും. അതെന്തായാലും വാങ്ങിയിട്ട് നമ്മൾ പോവുള്ളൂ. അല്ലെ, നിങ്ങളൊന്ന് അങ്ങനെ ഇരിക്കുന്നവരുണ്ട്. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ, അല്ലാഹു കബൂലാക്കുമാറാവട്ടെ. ഇവിടെ ശ്രദ്ധിക്കണം, എല്ലാവരും ശ്രദ്ധിക്കണം. അല്ലാഹു നമ്മളെ കബൂലാക്കുമാറാവട്ടെ. ഇവിടെ ശ്രദ്ധിക്കണം, എല്ലാവരും ശ്രദ്ധിക്കും. അപ്പൊ അതാണ് അന്തസ് നടിക്കുന്ന ആളുകൾ. ദുനിയാവെന്ന് പറയുന്നത് ഇതാണ്. ദുനിയാവെന്ന് പറയുന്നത് കളിതമാശയാണ്. മക്കളെ കൊണ്ടും സമ്പത്ത് കൊണ്ടുമൊക്കെ വലിയതാകുന്ന സൗഭാഗ്യമാണെന്ന് മനസ്സിലാക്കി അന്തസ് നടിക്കുന്ന ആളുകൾ, അത് ദുനിയാവിൻ്റെതാകുന്ന പ്രവണതയാണ്. അള്ളാഹുവിനെ മറപ്പിച്ചു കളയും ഈ കളിയും തമാശയും ഒക്കെ. അതാണ് ഖുർആൻ പറഞ്ഞത്, ഇസ്തഹ്വദ അലൈഹിമുശ് ശൈത്വാൻ ഫഅൻസാഹും ദിക്റല്ലാഹ് ഉലൈക ഹിസ്ബുശ് ശൈത്വാൻ അലാ ഇന്ന ഹിസ്ബശ് ശൈത്വാനി ഹുമുൽ ഖാസിറൂൻ. ഒരൊറ്റ ജമാഅത്ത് പോലും ഇല്ലാതെ 24 മണിക്കൂറും കളിയും തമാശയുമായി, കാൽപന്ത് കളിയുമായി നിലകൊള്ളുന്നവരെ, ഫുട്ബോൾ ടൂർണമെന്റുകളും അത്തരത്തിലുള്ള മത്സരങ്ങൾക്ക് വേണ്ടിയും ജീവിതം പരിപൂർണമായി ഒഴിഞ്ഞു വെച്ചവരെ, ബാങ്ക് വിളിക്കുമ്പോൾ പോലും ഒരു കളി പോലും മാറ്റിവെക്കാതെ ടറഫുകളിൽ പോയി ആയിരങ്ങൾ കൊടുത്തുകൊണ്ട് കളി നടത്തുന്നവരെ, ഈ വാല് പറയുന്ന ഇതേ രാത്രിയിൽ പോലും എത്രയോ ടറഫുകളിൽ മലബാറിൻ്റെതാകുന്ന മക്കൾ
മഗ്രിബിന്റെ ബാങ്ക് കൊടുത്തിട്ട് പോലും കളികൾ നിർത്തുന്നില്ല, ഒരൊറ്റ ജമാഅത്ത് പോലും ശ്രദ്ധിക്കുന്നില്ല. രാത്രിയുടെ സമയങ്ങളിൽ മുൻഗാമികൾ പടച്ചറപ്പിന് വേണ്ടി പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്തുകൊണ്ട് നിലകൊണ്ടതായ ആലിമീങ്ങൾ ഉണ്ടായതായ കാലഘട്ടമാ. അവിടെയല്ലേ അത്തിപ്പത്തെ ഉസ്താദിന്റെ മഹത്വം നമ്മളെടുത്ത് പറയുന്നത്. രാത്രി ഉറക്കമൊഴിച്ചുകൊണ്ട് പടച്ചറപ്പിലേക്ക് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്തുകൊണ്ട് ഇബാദത്ത് എടുത്തുകൊണ്ട് നിലകൊള്ളുന്നതായ ഇമ്മത്തുകളാ നമുക്ക് മുമ്പിൽ മാതൃക തീർത്തത് എങ്കിൽ അവരുടെ അനുഗാമികളാകുന്ന പിൻഗാമികളായ നമ്മൾ അവരെ അനുഗമിച്ചുകൊണ്ട് ജീവിതത്തിൽ രാത്രിയിൽ അമൽ ചെയ്യേണ്ടതിന് പകരം രാത്രി ഉറക്കമൊഴിക്കുകയാണ്. എന്തിന്റെ പേരിലുള്ള ഉറക്കമൊഴിപ്പാണ്? പന്ത് കളിയാണ്, ക്രിക്കറ്റ് കളിയാണ്. ടർഫുകൾ നേരം വെളുക്കുന്നവരെ കളിച്ചിട്ട് അവസാനം സുബഹിയില്ലാതെ കടന്നു ഉറങ്ങുന്നതായ മക്കളെ, ഉലൈക ഹിസ്ബു ശൈത്താൻ. അല്ലാഹുവിനെ മറന്നുകൊണ്ടുള്ള ഇത്തരത്തിലുള്ള കളികൾ അത് തീർച്ചയായും പിശാചിൻ്റെതാകുന്ന പാർട്ടിയാണ്, പിശാചിൻ്റെതായ പ്രവണതയാണ്. അലാ ഇന്ന ഹിസ്ബ ശൈത്താനി ഹുമുൽ ഖാസിറൂൻ. ദുനിയാവിൽ കളിതമാശകൾക്ക് വേണ്ടി മാത്രമായി ജീവിതം മാറ്റിവെക്കുന്നവർ അവർ തീർച്ചയായും പഠിച്ചു വെക്കണേ. അവർ പിശാചിന്റെ വക്താക്കളാണ്, അവർ ഏറ്റവും വലിയ പരാജിതരാണ് എന്ന് വിശുദ്ധമായ ഖുർആൻ. ആദരവായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പ്രിയപ്പെട്ട അനുയായികളോട് പറഞ്ഞതാണ്, കളികളും തമാശകളും ആധിക്യമാകരുതേ മുസ്ലിമേ, ഒരിക്കലും അമിതമാകാൻ പാടില്ല. കളിയും തമാശയില്ല എന്നല്ല, ആവശ്യത്തിന് അല്പസ്വല്പമൊക്കെ കളിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പ്രിയപ്പെട്ടതാകുന്ന ഭാര്യയാകുന്ന ആയിഷ ബീബി റളിയല്ലാഹു അൻഹയുമായി ഓട്ടമത്സരം നടത്തിയിട്ടുണ്ട് തന്റെ വീട്ടുമുറ്റത്ത്. മറ്റാളുടെ മുന്നിൽ ജനങ്ങളെ വിളിച്ച് കാണിച്ചു കൂട്ടിയിട്ടല്ല. ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ ഓട്ടമത്സരം നടത്തുന്നു. മുത്തുനബി ആയിഷ ബീബി റളിയല്ലാഹു അൻഹയുമാണ് ഓട്ടമത്സരം നടത്തുന്നത്. അന്ന് മുത്തുനബി ജയിച്ചു. ആയിഷ ബീബി റളിയല്ലാഹു അൻഹ പറയുന്നു, എനിക്കന്ന് അല്പം തടിയുണ്ടായിരുന്നു, തടിച്ചായിരുന്നു. ഞാൻ നബി തങ്ങളോട് പറഞ്ഞു, ഇൻഷാ അല്ലാഹ് ഒരു കടം വെച്ചിട്ടുണ്ട്, നമുക്ക് പിന്നീട് നോക്കാം. അങ്ങനെ പിന്നീട് മത്സരം കനത്തു. പിന്നീട് ഇവർ ഇതേ തന്നെ വീട്ടുവളപ്പിൽ തന്നെ വീണ്ടും ഓടുകയാണ്. നോക്കണം നിങ്ങൾ, പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കുടുംബജീവിതം മനോഹരമാക്കാൻ ഇതിനും സമയം കണ്ടെത്തിയിരുന്നു എന്നുള്ളത് നമ്മൾ പഠിക്കണം. എല്ലാ പണിയും ചെയ്തിരുന്നു. കാന യഹ്ലിബു ഷാത്തഹു, തന്റെ വീട്ടിൽ വന്നാൽ ആടിനെ കറക്കുമായിരുന്നു ഹബീബ് റസൂലുള്ളാഹി. വയർകഉ സൗബഹു, തൻ്റെതാകുന്ന വസ്ത്രം നെയ്യുമായിരുന്നു ഹബീബ് റസൂലുള്ളാഹി. വസ്ത്രത്തിലെ കേടുപാടുകൾ തീർക്കും. ചെരുപ്പ് പ്രവാചകർ നൂല് കൊണ്ട് നോക്കും സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതിനൊക്കെ സമയം കണ്ടെത്തിയിരുന്നു. രണ്ടാമത്തെ പ്രാവശ്യം ഓട്ടമത്സരം നടത്തിയപ്പോൾ ആയിഷ ബീബി റളിയല്ലാഹു അൻഹ ജയിച്ചു. ആയിഷ ബീവിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം ആദ്യത്തേൽ തോറ്റിട്ടുണ്ട്, രണ്ടാമത്തേൽ ജയിച്ചു. നബി തങ്ങളപ്പോൾ പുഞ്ചിരിച്ചു. ഞാൻ നേരത്തെ കടം വീട്ടി എന്ന് ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹ പറയുകയും ചെയ്തു. അപ്പൊ ആരോഗ്യപരമായിട്ടുള്ളതാകുന്ന അത്തരത്തിലുള്ള അല്പസ്വല്പം കളികൾ, തമാശകൾ, അതൊക്കെ പറ്റും. ഇസ്ലാം അങ്ങനെ ഒരു കുടുസായ മതമല്ലല്ലോ. അവനവന്റെ ഔറത്ത് വെളിവാക്കാത്ത രീതിക്കുള്ളതാകുന്ന കളികൾ വിശുദ്ധ ഇസ്ലാം അംഗീകരിച്ചിട്ടുണ്ട്. ഓട്ടമത്സരം നടത്തി നിങ്ങൾ അബ്ബാസ് റളിയല്ലാഹുവിന്റെ മക്കൾ അബ്ദുള്ളയോടും ഉബൈദുള്ളയോടും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു സ്ഥലം കാണിച്ചിട്ട് പറയുന്നത്, അവിടെ നിന്ന് ഇവിടം വരെ ഓടി വരണം. എൻ്റെ നബി തങ്ങൾ ഇങ്ങനെ രണ്ടുപേരെ കൈക്ക് പിടിച്ച് കൈ ഇങ്ങനെ വാരി നിൽക്കാൻ മാടി നിൽക്കുന്നു. കുട്ടികൾ അബ്ദുള്ളയും ഉബൈദുള്ളയും ഓടി വരികയാണ്. ഓടി വരുമ്പോൾ കിതച്ച് വീഴുന്നുണ്ട്. എന്നിട്ട് പിന്നെ അവിടെ നിന്ന് എഴുന്നേറ്റ് ഓടുന്നുണ്ട്. നബി തങ്ങൾ പുഞ്ചിരിച്ച് ആ മക്കളെ അണച്ച് വരുന്ന മക്കളെ ചേർത്ത് പിടിച്ച് ചുംബനം കൊടുത്ത് സമ്മാനം നൽകുന്നു ഹബീബ് റസൂലുള്ളാഹി. നല്ലതാണ്. കാരണം ഇന്ന് റൂമിൻ്റെ അകത്തളങ്ങൾ 65 കഴിച്ച് കുഴിമന്തിയും കിഴിപൊറോട്ടയും വെച്ച് മക്കളൊക്കെ പിത്തം പിടിച്ച് ശരീരമൊക്കെ മോശമായി പോകുന്ന മക്കളെ അല്പസ്വല്പമൊക്കെ ഒന്ന് ഓടിക്കണം. അല്ലാതെ തടി ഭയങ്കര കൂടുതലാണ്. 165 ഉണ്ട്. ഉസ്താദ് ഒരു കോഴിമുട്ട മന്ത്രിച്ചു വരുമോ എന്ന് ചോദിച്ചാൽ ഈ മന്ത്രിച്ച കോഴിമുട്ടയും കൂടെ അവൻ പുഴുങ്ങി തിന്നും. അവന് വീണ്ടും തടി കൂടുന്നല്ലാതെ വേറെന്താ കാര്യം? അതുകൊണ്ട് എന്ത് ചെയ്യണം നിങ്ങൾ? അവനെ അല്പസ്വല്പമൊക്കെ ഒന്ന് അനക്കണം, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടത്തിക്കണം, ഒന്ന് ഗ്രൗണ്ടിൽ കൂടെ ഒരു 10 റൗണ്ടൊക്കെ ഓടിക്കണം എന്ന് പറഞ്ഞ് കളി തന്നെ കളി അത് പറ്റൂല, അത് നമ്മൾ അംഗീകരിക്കൂല. അതാണ് ഞാൻ പറഞ്ഞത്. ഇനി ആരെന്ത് പറഞ്ഞാലും ശരി, ഫുള്ള് കളി. മഗ്രിബിന് ബാങ്ക് വിളിക്കുമ്പോഴും ഇവനോട് തറഫിലുണ്ട്, ഇശായ്ക്ക് ബാങ്ക് വിളിക്കുമ്പോഴും ഇവിടെ തന്നെ ഉണ്ട്, സുബൈക്ക് ബാങ്ക് വിളിച്ചിട്ടേ പിരിയുള്ളൂ, എന്നിട്ട് ജമാഅത്തും ഇല്ല നിസ്കാരവും ഇല്ല. അത് പറ്റൂല. അതാണ് ഞാൻ പറഞ്ഞത്. 24 മണിക്കൂറും കളി അത് പറ്റൂല.
അല്ല അത് ഞങ്ങൾക്ക് പറ്റണോ ഉസ്താദേ, ഞങ്ങൾക്ക് പറ്റണം, അത് ദീനിപ്പെട്ടതല്ല. അതാണ് ഞാൻ പറഞ്ഞത്, അത് ദീനിപ്പെട്ടതല്ല. അവനാരാണ്? അള്ളാഹുവിനെ മറന്ന് പ്രവർത്തിക്കുന്നവനാരാണ്? മറന്നു പ്രവർത്തിക്കാനാണ്. അവൻ പിശാചിന്റെ വക്താവാണ്. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. എന്തിനാണ് ഈ ലോകത്തേക്ക് നിന്നെ കൊണ്ടുവന്നത്? പടച്ച റബ്ബിനെ ആരാധിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ നിന്റെ ജീവിതത്തിൽ ആ പ്രവണത കടന്നു വരുന്നില്ല. ഒരൊറ്റ ജുമയില്ല, ജമാഅത്തില്ല, എല്ലാം മുടക്കിക്കൊണ്ട് സദാസമയവും കളി കളി കളി. അത് പറ്റൂല, അത് മുസ്ലിമിന് ചേർന്നതല്ല, മുസ്ലിമിന് ചേർന്നതല്ല. അതാണ് പറഞ്ഞത്. അള്ളാഹു നമ്മളെ കാത്തിൽ സംരക്ഷിക്കട്ടെ. يا أيها الذين آمنوا اتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله إن الله خبير بما تعملون ولا تكونوا كالذين نسوا الله ولا تكونوا كالذين نسوا الله فأنساهم أنفسهم أولئك هم الفاسقون لا يستوي أصحاب النار وأصحاب الجنة أصحاب الجنة هم الفائزون. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുകയാണ്, പഠിപ്പിക്കുകയാ. ഈ ദുനിയാവിൽ ജീവിക്കുന്ന മുസ്ലിമേ, മുസ്ലിമത്തെ, അല്ലാഹുവിനെ പേടിച്ചുകൊണ്ട് ഭയഭക്തിയോടുകൂടി ജീവിക്കണേ. ഇത്തഖുല്ലാഹ്, അല്ലാഹുവിനെ പേടിക്കണേ, ഭയം വേണേ. ഈ ദുനിയാവല്ല ജീവിതം, യഥാർത്ഥ ജീവിതം തുടങ്ങാൻ പോകുന്നേയുള്ളൂ. എത്ര ചെറുപ്പക്കാരാണ് മരണത്തിന് വഴിമാറി പോകുന്നത്. അടുത്ത സെക്കൻഡിൽ മരിക്കുന്നവനാണെന്നുള്ള ചിന്ത നമുക്ക് വേണേ. ഖബറിതാ മാടി വിളിക്കുന്നു എന്ന ചിന്ത നിന്റെ മനോമുഖരത്തിലേക്ക് ഉണ്ടാവട്ടെ. നേരം വെളുക്കുമ്പോൾ ഞാൻ ഈ ദുനിയാവിൽ ഉണ്ടാകുമോ എന്ന് ഉറപ്പില്ലാത്ത വിധമാണ് നമ്മുടെ ജീവിതമെന്ന് തിരിച്ചറിയണേ. നാളെയുടെ ലോകത്തേക്ക് വേണ്ടി, പരലോക ജീവിതത്തിന് വേണ്ടി എന്ത് ചെയ്തടാ, എന്ത് ചെയ്തടി എന്ന് ആഖിറത്തിലേക്ക് വെച്ചുകൊണ്ട് നീ ഒന്ന് ചിന്തിക്കണേ. അതുകൊണ്ട് അല്ലാഹു വീണ്ടും പറയുകയാണ്, അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണേ, ജീവിക്കണേ. വലാ തകൂനൂ കല്ലദീന നസുല്ലാഹ്, അല്ലാഹുവിനെ മറന്നുകൊണ്ട് ഈ ദുനിയാവിൽ സദാസമയവും കളിച്ച് ചതിച്ചുകൊണ്ട് ഈ ദുനിയാവിൽ നിലകൊള്ളുന്നതായ ആളുകളില്ലേ, അവരുടെ കൂട്ടത്തിൽ നിങ്ങൾ ഉൾപ്പെടരുതേ, ഉൾപ്പെടരുതേ. സദാസമയവും കളി തമാശയിൽ ഏർപ്പെട്ടുകൊണ്ട് നിലകൊള്ളുന്നതായ ആളുകളാണ് അവർ. വലാ തകൂനൂ കല്ലദീന നസുല്ലാഹ്, അല്ലാഹുവിനെ മറന്ന് ജീവിക്കുന്നവരിൽ നിങ്ങൾ ഉൾപ്പെടരുതേ. ഫഅൻസാഹും അൻഫുസഹും, അവരുടെ സ്വന്തത്തെ അല്ലാഹു മറപ്പിക്കുകയാണ്, മറപ്പിക്കുകയാണ്. തീർച്ചയായും അവർ ഖബറിൽ വല്ലാതെ പ്രയാസപ്പെടുന്നവരാണ്, മഹ്ശറിൽ വല്ലാതെ വിറങ്ങനിക്കുന്നവരാ. നരകത്തിൽ തീർച്ചയായും പ്രവേശനം ലഭിക്കുന്നതായ വിഭാഗമാണ്. ഉലൈക ഹുമുൽ ഫാസിഖൂൻ, അല്ലാഹുവിനെ മറന്നുകൊണ്ട് ഈ ദുനിയാവിൽ അടിച്ച് പൊളിച്ച് രസിച്ച് രമിച്ച് കളിതമാശകളുടെ പിറകെ രാപ്പകലുകൾ ഭേദമന്യേ യാത്ര ചെയ്യുന്നവരെ, മുൻഗാമികൾ രാത്രി ഉറക്കമൊഴിച്ചുകൊണ്ട് നിസ്കരിക്കുന്ന സമയത്തും ടറഫിൽ തന്നെ നിലകൊണ്ടുകൊണ്ട് ക്രിക്കറ്റ് കളിച്ചും ഫുട്ബോൾ കളിച്ചുകൊണ്ട് നിലകൊള്ളുന്ന ചെറുപ്പക്കാരാ, അതിനുവേണ്ടി ലക്ഷങ്ങൾ ടൂർണമെന്റിന് കൊടുക്കാൻ തയ്യാറാകുന്ന പ്രവാസികളെ, നാട്ടിലുള്ള ചെറുപ്പക്കാരെ, പള്ളിക്ക് വേണ്ടി, മദ്രസയ്ക്ക് വേണ്ടി, ദീനീ സ്ഥാപനങ്ങൾക്ക് വേണ്ടി 5000 രൂപ ചോദിക്കുമ്പോൾ മടിച്ചുകൊണ്ട് പിറകോട്ട് നിൽക്കുകയും, എന്നാൽ ഇത്തരത്തിലുള്ള ടൂർണമെന്റുകൾക്ക് വേണ്ടി ലക്ഷങ്ങളെ ചെലവഴിച്ചുകൊണ്ട് എന്റെ പേരെന്ന ഗ്രൗണ്ടിൽ അനൗൺസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നതായ മുസ്ലിമേ, മുസ്ലിമത്തെ, ഉലൈക ഹുമുൽ ഫാസിഖൂൻ,
അത്തരത്തിലുള്ളവർ പടച്ചറബിനെ മറന്നുകൊണ്ടാണ് പ്രവണത നടത്തുന്നത്. അവർ തീർച്ചയായും തമ്മാടികളാണ്, അവർ ഫാസിഖാണ്, കപട വിശ്വാസികളാണെന്ന് വിശുദ്ധമായ ഖുർആൻ. ലാ യസ്തവീ അസ്ഹാബുൻ നാർ വഅസ്ഹാബുൽ ജന്ന. അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിലാണെന്ന് പറയുന്നതിന് പകരം എടുത്തു പറയുകയാണ്. ഇബാദത്തുകൾ അനുഷ്ഠിക്കുന്നതായ സാലിഹീങ്ങൾ സ്വർഗത്തിൽ കടക്കുകയാണ്, തെറ്റുകൾ ചെയ്യുന്ന ആളുകൾ നരകത്തിലാണ്. പടച്ചറബിനെ മറന്നുകൊണ്ട് തൽകൽമാശകൾ ഏർപ്പെടുന്ന ആളുകൾ നരകത്തിൽ കടക്കുന്നവനും സ്വർഗത്തിൽ കടക്കുന്നവനും ഒരിക്കലും സമമല്ല. അസ്ഹാബുൽ ജന്നതി ഹുമുൽ ഫായിസൂൻ. 5 വഖത്ത് നമസ്കാരങ്ങൾ ജമാഅത്തുകൾ ശ്രദ്ധിക്കുന്ന പുരുഷന്മാരുണ്ടോ? അവ്വല് വഖത്തിൽ നമസ്കരിക്കുന്നതായ സഹോദരിമാരുണ്ടോ? ഒരു വഖത്ത് പോലും ഖളാക്കാതെ ജീവിതത്തെ ശ്രദ്ധിക്കുന്നതായ ഉമ്മമാരുണ്ടോ? ചെറുപ്പക്കാരുണ്ടോ? സഹോദരിമാരുണ്ടോ? കളിച്ചുകൊണ്ടിരിക്കുമ്പോ ബാങ്ക് വിളിക്കുമ്പോ അതിന് ഉത്തരം നൽകാൻ തയ്യാറായിട്ടുണ്ടോ? അവർ തീർച്ചയായും വിജയിക്കുമേ, അവർക്ക് സ്വർഗമാണെന്ന് വിശുദ്ധമായ ഖുർആൻ, പരിശുദ്ധമായ ഖുർആൻ. ബഹുമാനപ്പെട്ടതാകുന്ന യഹ്യാ നബി അലൈഹിസ്സലാമിനെ കൂട്ടുകാരെ കളിക്കാൻ വേണ്ടി വിളിക്കുകയാണ്. ഹയ്യാ ബിനാ നൽഅബ്, വരുക കളിക്കാമെന്ന് പറയുമോ? ബഹുമാനപ്പെട്ട യഹ്യാ നബി അലൈഹിസ്സലാം വിളിച്ചു പറയുകയാണ്, കൂട്ടുകാരെ, മാലിൽ ലഅബിനി ഖുലിഖനാ, മാലിൽ ലഅബി ഖുലിഖനാ. എന്നെ പടച്ചത് അല്ലാഹു കളിക്കാൻ വേണ്ടിയല്ല, കളിതമാശയ്ക്ക് വേണ്ടിയല്ല. എനിക്ക് ഈ ദുനിയാവിൽ വ്യക്തമായ കാഴ്ചപ്പാടുണ്ട്. ഈ ദുനിയാവിൽ എങ്ങനെ ജീവിക്കണമെന്ന് സക്കരിയ എന്ന് എന്റെ പിതാവ് പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് മാലിൽ ലഅബി ഖുലിഖനാ, സദാസമയം കളിച്ചുകൊണ്ട് നിലകൊണ്ടാൽ എന്നെ കിട്ടൂല എന്ന് ബഹുമാനപ്പെട്ട യഹ്യാ നബി അലൈഹിസ്സലാം. അതുകൊണ്ട് നമ്മൾ സൂക്ഷിക്കണം. ദുനിയാവാണ്, കളിതമാശകൾ ഏർപ്പെട്ടുകൊണ്ട് നമ്മുടെ ജീവിതത്തെ നഷ്ടപ്പെടുത്തരുത്. ആഖിറത്തിന് വേണ്ടി പ്രയത്നിക്കുന്നവനാകണം. അങ്ങനത്തെവനാണ് മുഅ്മിൻ. തിരിച്ചു പറയണം, മുഅ്മിനിന്റെ ക്വാളിറ്റിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ലദീന യുഖീമൂനസ്സലാ, നമസ്കാരം നിലനിർത്തുന്നവനാണ് മുഅ്മിൻ. തീർന്നില്ല. ഒരൊറ്റ കാര്യം കൂടി അല്ലാഹു പറയുന്നു, 5ാമത്തെ ക്വാളിറ്റിയാണ് വമിമ്മാ റസഖ്നാഹും യൂഫിഖൂൻ. നാം നൽകിയ സമ്പാദ്യത്തിൽ നിന്ന് ദീനിന് വേണ്ടി ചെലവഴിക്കുന്നവനാണ് മുഅ്മിനെന്ന് വിശുദ്ധമായ ഖുർആൻ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മുഅ്മിനായ മനുഷ്യൻ്റെതാകുന്ന ക്വാളിറ്റി, ഏതൊക്കെ ക്വാളിറ്റികൾ കൂടുമ്പോഴാണ് അതാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ ആദ്യത്തേതാണ് എണ്ണിയത്. അല്ലാഹ് എന്ന വാക്ക് പറയുമ്പോൾ തന്നെ ഹൃദയം നടുങ്ങും. അതിനാണ് നമ്മൾ റാത്തീബും മൗലിദിലും ഒക്കെ ചേർത്ത് കൊണ്ടുവരുന്നത്, അല്ലേ? അല്ലാഹു അല്ലാഹു അല്ലാഹ്, അല്ലാഹു ഹാദിരി, അല്ലാഹു നാദിരി, അല്ലാഹു ഷാഹിദി, അല്ലാഹു മഈ. അല്ലേ? ചിലരല്ലേ ഉണ്ട്. അതെന്തിനാണ്? നമ്മുടെ കൽബിൽ ഇതിങ്ങനെ ചൊല്ലി 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 അതിലേക്ക് നമ്മൾ എത്തണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. യഥാർത്ഥ മുഅ്മിൻ അതാണ്. ഇന്നമൽ മുഅ്മിനൂൻ, തീർച്ചയായും യഥാർത്ഥ മുഅ്മിൻ എന്ന് പറഞ്ഞാൽ ഈ ക്വാളിറ്റിയിലേക്ക് എത്തണം. നമ്മൾ എത്തിയിട്ടില്ല എങ്കിൽ ഇനിയും യഥാർത്ഥ മുഅ്മിനിലേക്ക് എത്താൻ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഖുർആൻ പറഞ്ഞ മുഅ്മിനിൻ്റെ ഈ ക്വാളിറ്റികൾ മേളിച്ചിട്ടില്ല എങ്കിൽ നമ്മളത് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പരിശ്രമിക്കണം. അല്ലാഹ് എന്ന് കേൾക്കുമ്പോൾ ഒരു ഭയപ്പാടുമില്ല എങ്കിൽ, തെറ്റുകുറ്റങ്ങൾ ചെയ്യുന്നവനോട് എടാ തെറ്റുകുറ്റങ്ങൾ ചെയ്യരുതേ, പടച്ചറബ് കാണുമെന്ന് പറയുമ്പോൾ പിന്നെ കാണാം, മഹ്ശറിലല്ലേ നോക്കാമെന്ന് പറയുന്ന ഒരു സിറ്റുവേഷനാണ് നിനക്കുള്ളതെങ്കിൽ നീ ഈമാനില്ലാത്തവനാണ്. കള്ളു കുടിക്കുന്നവരോട് പടച്ചറബ് കാണുന്നുണ്ടെന്ന് പറയുമ്പോൾ, തെറ്റുകുറ്റങ്ങൾ ചെയ്യുന്നവരോട് അള്ളാഹു ദർശിക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ അന്നും വലിയ കാര്യമില്ല, മഹ്ശറി വെച്ച് കാണാം എന്ന് പറഞ്ഞ് ഹിസാബ് നേരിടാൻ വേണ്ടി തയ്യാറാകുന്ന ആധുനിക തലമുറ ശരിക്കും മനസ്സിലാക്കണം. അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ.
അവർ റബ്ബിനെ കുറിച്ച് പറയപ്പെടുമ്പോൾ തന്നെ ഭയപ്പാട്, ആയത്തുകൾ ഓതി കേൾക്കുമ്പോൾ തന്നെ ഈമാനിന്റെ ആധിക്യമുണ്ടാവുക, ഈമാൻ അധികരിക്കുക. എന്ത് വിഷയമുണ്ടായാലും അള്ളാഹുവിലേക്ക് പരമേൽപ്പിക്കുന്ന ഒരു ശൈലി നിനക്കുണ്ടായാൽ നീ യഥാർത്ഥ മുഅ്മിനാണ്. തീർന്നില്ല, രണ്ട് കാര്യങ്ങൾ കൂടി ഉണ്ടാവണം. الذين يقيمون الصلاة ومما رزقناهم ينفقون أولئك هم المؤمنون حقا لهم درجات عند ربهم ومغفرة ورزق كريم. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാണ്, അല്ലാഹുവിനെ പേടിക്കുക മാത്രമല്ല, വിശുദ്ധമായ ഖുർആനിക വചനങ്ങൾ കേൾക്കുമ്പോൾ ഈമാൻ അധികരിക്കുന്ന വ്യക്തിയാണ്. തീർന്നില്ല, എന്ത് വിഷയമുണ്ടായാലും പടച്ച റബ്ബിലേക്ക് പരമേൽപ്പിക്കുന്നവരാ. കഴിഞ്ഞില്ല. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്, യഥാർത്ഥ സത്യവിശ്വാസി എന്ന് പറഞ്ഞാൽ ആധാർ കാർഡിലോ റേഷൻ കാർഡിലോ പാൻ കാർഡിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഐഡന്റിറ്റി കാർഡിലോ മുസ്ലിമിന്റെ പേര് ചേർത്തത് കൊണ്ട് മാത്രമായില്ല, ഈ ക്വാളിറ്റികൾ ഉണ്ടാവൽ നിർബന്ധമാണ്. അല്ലദീന യുഖീമൂന സ്വലാ, നമസ്കാരങ്ങൾ ചിട്ടവെക്കുന്നവരാകണേ. ഒരൊറ്റ നമസ്കാരം പോലും ഖളാ ആക്കാത്തവരാണ് മുഅ്മിനെന്ന് വിശുദ്ധമായ ഖുർആൻ. കോവിഡാനന്തര കാലത്തിലല്ലേ ജീവിക്കുന്നത്? എത്ര ജുമഅകളാണ് സഹോദരങ്ങൾ നഷ്ടപ്പെടുത്തുന്നത്, എത്ര ജമാഅത്തുകളാണ് ചെറുപ്പക്കാർ ഇല്ലാതാക്കുന്നത്, എത്ര മോശമായ പ്രവണതയിലേക്കാണ് ഈ സമൂഹം എത്തിപ്പെടുന്നത്. من ترك ثلاث جمع بغير عذر طبع الله في قلبه. അകാരണമായി 3 ജുമഅകൾ ആരൊരുവൻ ഒഴിവാക്കിയോ അവന്റെ ഹൃദയത്തിൽ അല്ലാഹു കുഫ്രിയത്തിന്റെ സീല് വെക്കുമേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. മനസ്സിലാക്കേണ്ട പാഠമാണ്. 3 ജുമഅ കാരണമായി ഒഴിവാക്കിയാൽ, കച്ചവടത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് ഒഴിവാക്കിയാൽ, എനിക്ക് സുഖമില്ല എന്ന് പറഞ്ഞിട്ടില്ല, കച്ചവടമുണ്ട്, നല്ല സമയമാണ്, സന്ദർഭമാണെന്ന് പറഞ്ഞ് ബിസിനസിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് ഒഴിവാക്കിയാൽ, കാരണമില്ലാതെ പരിശുദ്ധമായ ജുമഅയ്ക്ക് മുടക്കം വരുത്താനുള്ള കാരണമില്ലാതെ ജുമഅ ഒഴിവാക്കുന്ന ഏതൊരു സഹോദരനുണ്ടോ, ചെറുപ്പക്കാരുണ്ടോ, കുഫരിയത്തിന്റെ സീല് അല്ലാഹു പതിപ്പിക്കുമേ ഹൃദയത്തിലെന്ന് നബിയുനാ റസൂലുള്ളാഹി. എത്ര കച്ചവടക്കാരാണ് ജുമഅയെ നഷ്ടപ്പെടുത്തുന്നവരില്ലേ, ജമാഅത്ത് ശ്രദ്ധിക്കാത്ത ചെറുപ്പക്കാരില്ലേ. നഊദുബില്ലാഹ്. ജമാഅത്തിന്റെ ശ്രേഷ്ഠത അറിയണേ സഹോദര, പഠിച്ചു വെക്കണേ സഹോദര. മാതാപിതാക്കളെ, രക്ഷിതാക്കളെ, നിങ്ങളുടെ മക്കളെ പറഞ്ഞുവിടൽ നിർബന്ധമാണ്. ആൺമക്കളെ പള്ളിയിലേക്ക് പറഞ്ഞുവിടൽ നിർബന്ധമാണ്. ഭർത്താവിനെയും വാപ്പയെയും പള്ളിയിലേക്ക് കഴിവുള്ളവരെ പറഞ്ഞുവിടൽ ശ്രദ്ധിക്കണേ. കാരണം ജമാഅത്ത് നിസ്സാരമല്ല. ജമാഅത്തായി നിസ്കാരം നിസ്സാരമല്ല. ഇതാ ഒരു ചരിത്രം കേട്ടോ, ശരിക്കും ശ്രദ്ധിക്കും. ബഹുമാനപ്പെട്ട ഉമൈർ ഇബ്നുൽ ഖവാരി റളിയല്ലാഹു അൻഹു പറയുകയാണ്, താബിഈകളിൽ പ്രമുഖനായ വ്യക്തിയാണ്. അദ്ദേഹം പറയുകയാണ്, ഫാത്തതിനി സ്വലാത്തുൻ സ്വലാത്തുൽ ഇശാഇ മഅൽ ജമാഅ. ഇശാ നമസ്കാരം ജമാഅത്തായി നിർവഹിക്കേണ്ട നമസ്കാരമാണ്. ആ നമസ്കാരം ഒരിക്കൽ എനിക്ക് നഷ്ടപ്പെട്ടു പോയി. ബില്ലിയാഫ, ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ അതിഥികൾ വന്നതാണ് കാരണം. ആ അതിഥികളെ സൽക്കരിക്കാൻ വേണ്ടി ഞാൻ വീട്ടിൽ കൊണ്ട് നിലകൊണ്ടുപോയി. അതിഥികളെ സൽക്കരിച്ചവർ പോയി കഴിഞ്ഞപ്പോ ഞാൻ വേഗം തന്നെ പള്ളിയിലേക്ക് പോകുകയാ. ഫദഹബതു ഇലൽ മസ്ജിദി ഫൈദൻ ഹുല്ഖത് അബ്വാബുൽ മസാജിദി ബിൽ ബസറാ. സഹാബത്ത് കഴിഞ്ഞാൽ
പിന്നെ ശ്രേഷ്ഠതയുള്ള വിഭാഗമാണ് ആര്? താബീയങ്ങൾ. അവരുടെ കാലഘട്ടത്തിൽ, സ്വഹാബത്തിന്റെ കാലഘട്ടത്തിലുണ്ടായിരുന്നവർ, അവരോട് ചേർന്ന് ജീവിച്ച അഹ്ലുകാർ. അതിൽ പ്രമുഖനായ ഉമൈർ ഇബ്നുൽ ഖവാരി റളിയല്ലാഹു അൻഹു, അദ്ദേഹം പറയാൻ, ശ്രദ്ധിക്കണം, എൻ്റെ ജീവിതത്തിൽ ആദ്യമായി എനിക്ക് ജമാഅത്ത് നഷ്ടപ്പെട്ടു പോയി. ഇശാ നമസ്കാരത്തിൻ്റെ അവ്വൽ വഖത്തല്ല, ഇശാ നമസ്കാരത്തിൻ്റെ ആദ്യ ജമാഅത്ത്. നമ്മുടെ പള്ളിയിൽ അങ്ങനെ ഉണ്ടല്ലോ. മുമ്പ് അങ്ങനെയൊന്നുമില്ല. ബാങ്ക് വിളിച്ചാൽ ഉടനെ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കും. ആ സുന്നത്ത് നിസ്കാരം കഴിഞ്ഞാൽ ഉടനെ ഇഖാമത്ത് കൊടുക്കുക, ഫർള് നിസ്കരിക്കുക. നമ്മളിപ്പോൾ സൗകര്യാർത്ഥം വെച്ചു കൊടുത്തിരിക്കുകയാണ് എന്ത്? ബാങ്ക് വിളിക്കുന്നു, സുബൈക്കാണെങ്കിൽ അരമണിക്കൂർ, ആചാര്യ പല്ല് വെച്ച് കുളിച്ച് വരട്ടെ എന്ന് കരുതി അരമണിക്കൂർ കൊടുത്തിരിക്കുകയാണ്. എന്നാൽ ഇഖാമത്തിൻ്റെ ശബ്ദം കേൾക്കുമ്പോഴാണ് പതുക്കെ ബ്രഷ് എടുക്കുന്നത് ചിലർ. അതുപോലെ ളുഹറും അസറും മറ്റു വക്കത്തുകൾക്ക് മഗ്രിബ് മാത്രം വേഗം നിസ്കരിക്കും അല്ലേ? ഇശാ ഈ ബാക്കിയുള്ള 3 വക്കത്തുകൾക്കൊക്കെ ഒരു 15 മിനിറ്റ്, അങ്ങനെയല്ലേ ഇവിടെ? അതെ. എന്തിനാണ് അങ്ങനെ? ബാങ്ക് വിളിക്കുമ്പോൾ പള്ളിയിൽ വന്ന് ഒളുവെടുത്ത് 2 റക്അത്ത് നിസ്കരിക്കാനുള്ളൊരു സമയം കൊടുക്കാൻ. യഥാർത്ഥത്തിൽ അങ്ങനെ അല്ലായിരുന്നു മുൻഗാമികൾ. എങ്ങനെയാണ്? ബാങ്ക് വിളിക്കുന്നതിന് മുമ്പേ പള്ളിയിലെത്തും. പള്ളിയിലെത്തിയതിന് ശേഷം ബാങ്ക് വിളിക്കപ്പെടുന്നു, 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുന്നു, അല്ലെങ്കിൽ 4 റക്അത്തുള്ള സുന്നത്ത് നിസ്കാരം ഉണ്ടെങ്കിൽ അത് നിർവഹിക്കുന്നു. അതിനുശേഷം ഉടനെ തന്നെ ഇഖാമത്ത് കൊടുക്കപ്പെടുന്നു, ഫർള് നിസ്കരിക്കുന്നു. യഥാർത്ഥത്തിൽ അതാണ് ശൈലി. അപ്പോൾ ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖവാരി റളിയല്ലാഹു അൻഹു പറയാൻ, ഞാൻ അതിഥികൾ വന്നതിൻ്റെ പേരിലാണ് എനിക്ക് നിസ്കാരം ഫൗത്തായി പോയത്. അവ്വൽ ജമാഅത്ത് നഷ്ടപ്പെട്ടു പോയി. ഒരൊറ്റ വഖത്ത് ജമാഅത്ത് എൻ്റെ ജീവിതത്തിൽ ഒഴിച്ചിരുന്നില്ല. ആദ്യത്തേതും അവസാനത്തേതുമായ ഒരൊറ്റ ജമാഅത്ത് എനിക്ക് നഷ്ടപ്പെട്ടു പോയി. അത് തന്നെ ഞാൻ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അതിഥികളുണ്ടായിരുന്നു, അവരെ സൽക്കരിച്ചിരുന്നതാണ്. ബാങ്ക് വിളിച്ചു, സുന്നത്ത് നിസ്കരിച്ചു, പള്ളിയിൽ ജമാഅത്ത് നിർവഹിച്ചു. ഞാൻ വേഗം തന്നെ ഇവിടുന്ന് എല്ലാം ഒഴിവാക്കിയിട്ട് വേഗം അവരെ പറഞ്ഞെല്ലാം സെറ്റാക്കി പെട്ടെന്ന് തന്നെ പള്ളിയിലോട്ട് പോയി. ഇത് സുന്നത്തായ ഒരു അമലാണല്ലോ. മുത്തുനബിയുടെ ഒരു അമൽപ്പെട്ടതാണിത്, അതിഥി സൽക്കാരം. വലിയ കൂലി കിട്ടുന്ന പ്രതിഫലമാണ്. അതുകൊണ്ട് തന്നെ നേരെ പള്ളിയിലേക്ക് തന്നെ പോവാണ്. അത് തന്നെ ചിന്തിക്കണം. ബാങ്ക് വിളിച്ച് നിസ്കരിച്ച് കഴിഞ്ഞ് സാധാരണ പള്ളിയിൽ ഇപ്പോൾ പള്ളി ജമാഅത്ത് കഴിഞ്ഞിട്ടുണ്ട്, നമുക്ക് സമയം അറിയാമല്ലോ, എന്നാൽ ഇനി പള്ളി പോകണ്ട, ഇവിടെ നിസ്കരിക്കാം, നമ്മളങ്ങനെ ചെയ്യല്. അപ്പോഴും അദ്ദേഹം അങ്ങനെയല്ല, പള്ളിയിൽ നിസ്കരിക്കുന്നതിൻ്റെ മഹത്വം വേറെയാണ്. അതുകൊണ്ട് ഫദഹബതു ഇലൽ മസ്ജിദി ഫഇദൻ ഉൽഖത് അബ്വാബുൽ മസാജിദി ബിൽ ബസറ, പട്ടണത്തിലുള്ള എല്ലാ പള്ളിയും പൂട്ടപ്പെട്ടിട്ടുണ്ട്. ഞാൻ പല പള്ളിയിലും പോയെന്നർത്ഥം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വാക്ക് തന്നെയാണ് ഞാനീ പറയുന്നത്. ഞാൻ എല്ലാ പള്ളികളിലും പോയി നോക്കി, അതൊക്കെ അടച്ചിട്ടുണ്ട്. പല പള്ളികളിലും പോയി നോക്കി. അപ്പം ഇനി രക്ഷയില്ല. ഫറജഅതു ഇലാ ബൈതി, ഞാൻ എൻ്റെ വീട്ടിലേക്ക് തന്നെ മടങ്ങി. അദ്ദേഹം പറയാൻ, ശരിക്കും ശ്രദ്ധിക്കണേ, എന്തിനാ പോകുന്നത്? ജമാഅത്തായി നിസ്കരിക്കാൻ പോയാണ്. പള്ളിയിൽ നിസ്കാരം കഴിഞ്ഞിട്ടുണ്ട്, പള്ളി അടച്ച് പൂട്ടിയിട്ട് എല്ലാവരും പോയിട്ടുണ്ട്. ഫറജഅതു ഇലാ ബൈതി, ഉമൈർ ഇബ്നുൽ ഖവാരി റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞാൻ എൻ്റെ വീട്ടിലേക്ക് തന്നെ മടങ്ങി. ഫതവല്ലഉതു അഹ്സനൽ വുളൂഇ, നല്ല വൃത്തിയായി കൃത്യമായി ഞാൻ വുളൂ ചെയ്തു. ഫഖുംതു ഇലൽ മുസല്ലാ, ഖിബല നിർണയിച്ച് നിസ്കരിക്കാൻ മുസല്ല വിരിച്ച് ഞാൻ നിസ്കരിക്കാൻ നിന്നു. ഫദകർതു ഖൗല റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ഹദീസ്, ആ പ്രവാചകർ ഒരു വചനം എൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വന്നു. ഞാൻ ഓർത്തുപോയി, അന്ന സലാത്തൽ ജമാഅ അഫ്ളലു മിൻ സലാത്തിൻ ബിസബഇ ദറജ, അന്ന സലാത്തൽ ജമാഅ അഫ്ളലു മിൻ സലാത്തിൻ ബിഇശ്രീന ദറജ. തീർച്ചയായും ജമാഅത്തായ നമസ്കാരം ഒറ്റയ്ക്ക് നമസ്കരിക്കുന്നതിനേക്കാൾ 27 ഇരട്ടി പ്രതിഫലം ലഭിക്കുന്നതാണല്ലോ. എനിക്കത് നഷ്ടപ്പെട്ടു പോയല്ലോ എന്ന് ഞാൻ ചിന്തിച്ചു പോയി. റസൂലുള്ളാഹിയുടെ വാക്കാണ്. ജമാഅത്തായി നിസ്കരിക്കുന്ന നിസ്കാരം എനിക്ക് നഷ്ടപ്പെട്ടു പോയി, ഇനി ഞാൻ ഒറ്റയ്ക്ക് നിസ്കരിക്കണമല്ലോ. അങ്ങനെ ബഹുമാനപ്പെട്ടവർ മുസല്ല വിരിച്ച് നിന്നിട്ട് നിസ്കരിച്ചു. എത്രയാണെന്നറിയോ? അദ്ദേഹം തന്നെ പറയാൻ, ഫസല്ലൈതുൽ ഇശാഅ
27 മറ. 27 ഇരട്ടി പ്രതിഫലം ലഭിക്കാൻ 4 റക്അത്തുള്ള ഇശാ നമസ്കാരം ഞാൻ 27 തവണ ആവർത്തിച്ച് നിസ്കരിച്ചു എന്ന് ഉമൈർ ഇബ്നുൽ ഖവാരി റളിയല്ലാഹു അൻഹു. 4 റക്അത്തുള്ള ഇശാ നമസ്കാരം 27 ഇരട്ടി പ്രതിഫലം ലഭിക്കാൻ, ജമാഅത്തിന്റെ ശ്രേഷ്ഠത ലഭിക്കാൻ എത്ര വട്ടം നിസ്കരിച്ചു? 27 തവണ നിസ്കരിച്ചു. അപ്പൊ എത്ര റക്അത്തായി? 27 ഗുണം 4 എത്രയായി? 108 റക്അത്തായി. എത്ര റക്അത്തായി? തറാവീഹ് 20 നിസ്കരിക്കാൻ വയ്യാത്ത കൗമിനോടാണ് ഇപ്പൊ ഇത് പറയുന്നത്. അതെവിടെയെങ്കിലും ഹിഫ്ളുൽ ഉസ്താദ് ഉണ്ട്, അവിടെ ഖുർആൻ ഒരു ജുസ് തീർക്കുമെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ആ ജമാഅത്തിൽ താമസിക്കുന്നവൻ സ്കൂട്ടർ വണ്ടി സ്റ്റാർട്ടാക്കിയിട്ട് അപ്പർ ലൈനിൽ എവിടെ പോയി കരിക്കും? പുത്തനങ്ങാടിയിൽ വല്ല ആരെങ്കിലും അലന്തര മുതൽ താഴോട്ട് പോകുന്നുണ്ടെങ്കിൽ അവിടെ പോയി കൂടും. അത് തന്നെ 4 റക്അത്ത് കഴിഞ്ഞിട്ടാണ് അവിടെ ചെല്ലുന്നത്. എന്നിട്ട് പിന്നെ തൊണ്ടയൊക്കെ അനക്കി ഒന്ന് തുപ്പി ഒതുവെടുത്ത് അകത്ത് വന്നിട്ട് നിൽക്കരിക്കുമ്പോൾ 8ാമത്തെ റക്അത്തായി. പിന്നെ ഒരു 4 റക്അത്തും കഴിഞ്ഞ് 12 ആകുമ്പോൾ വീണ്ടും ഒരു തുപ്പാൻ പോക്കുണ്ട് വെളിയിലോട്ട്. ആ പോക്കും കഴിഞ്ഞ് പിന്നെ ഒന്ന് മൂത്രമൊക്കെ ഒഴിച്ച് ഒതുവെടുത്ത് പിന്നെ കയറി വരുമ്പോൾ വിത്തറായി. അല്ലാ, ആ 3 റക്അത്തോടെ കഴിഞ്ഞ് കാല് നീട്ടിയൊരു ഇരിപ്പുണ്ട്, ഏറ്റവും വലിയ നിസ്കാരം കഴിഞ്ഞ മാതിരി. അങ്ങനത്തെ കൗമാണിപ്പോൾ ഇത്. അങ്ങനത്തെ ആളുകളോടാണ് എന്ത് പറയുന്നത്? 108 നിസ്കരിച്ച കഥ പറയാൻ പോകുന്നത്. ഏത് നിസ്കാരം? തറാവിയല്ല. ജീവിതത്തിൽ ആദ്യമായി ജമാഅത്ത് നഷ്ടപ്പെട്ടു പോയപ്പോൾ. അപ്പോൾ മനസ്സിലാക്കണം, നമ്മൾ 4 റക്അത്ത് ഇശാ നമസ്കാരം പള്ളിയിൽ പോയി ജമാഅത്തായി നിസ്കരിച്ചാൽ അത് എത്ര ഇരട്ടി പ്രതിഫലമാണ്? 108 റക്അത്ത് നിസ്കരിക്കുന്നതിൻ്റെ നേട്ടമാണ് നിനക്ക് ആ 4 റക്അത്ത് ജമാഅത്തിൽ കിട്ടുന്നത്. ആണ് മനസ്സിലാക്കേണ്ടത്. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. നമുക്ക് ആയുസ് വളരെ കുറവാണ്. 60-70 വയസ്സേ ഉള്ളൂ ഈ ഉമ്മത്ത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആയുസ്. മുൻഗാമികൾ ചെയ്ത 1000 വർഷവും 2000 വർഷമൊക്കെ ജീവിച്ച് അമൽ ചെയ്ത ആളുകളോടൊപ്പം നമ്മുടേതാകുന്ന അമലുകൾ എത്തണമെങ്കിൽ ഈ കുറഞ്ഞ കാലഘട്ടത്തിൽ ജമാഅത്ത് മുടക്കരുത്. പുരുഷന്മാർ ശ്രദ്ധിച്ചോ, സ്ത്രീകൾക്ക് അവരുടെ വീടിൻ്റെ അകത്തിലെങ്ങനെ തന്നെ അവ്വൽ വഖത്ത് നമസ്കരിച്ചാൽ ഇതിലേറെ പ്രതിഫലം കിട്ടും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. പുരുഷന്മാർ ശ്രദ്ധിക്കണേ, ജമാഅത്ത് മുടക്കരുത്. ഉമൈർ ഇബ്നുൽ ഖവാരി റളിയല്ലാഹു അൻഹു പറയാം, 108 റക്അത്ത് ഞാൻ നിസ്കരിച്ചു, അഥവാ 27 തവണ ഇശാ ഞാൻ നിസ്കരിച്ചു. എന്നിട്ട് എന്താ സംഭവിച്ചത്? അതാണ് മനസ്സിലാക്കേണ്ടത്. കേട്ടോ. ثم نمت في المصلى, പിന്നെ ഞാൻ നിസ്കരിക്കുന്ന മുസല്ലയിൽ കിടന്ന് ഉറങ്ങിപ്പോയി. ഫറഅയ്തു ഫിൽ മനാം, ഞാൻ ഉറക്കിൽ തന്നെ സ്വപ്നം കാണുകയാണ്, കിനാവ് കാണുകയാണ്. അതാ കഅന്നി അലാ ഫറസിൻ മഅ ഖൗമിൻ അലാ അഫറാസ്, ഞാനൊരു കുതിരയുടെ പുറത്ത് കടിഞ്ഞാണ് പിടിച്ചുകൊണ്ട് നിലകൊണ്ടിട്ടുണ്ട്. എൻ്റെ കൂടെ ജനങ്ങളുണ്ട്, അവരുടെ കൈവശം കുതിരയുമുണ്ട്. ഞങ്ങളെല്ലാവരും നസ്തബിഖൂ, മത്സരമാണ്. ബഹുമാനപ്പെട്ടവര് പറയുകയാണ്, ഞാൻ എന്നെ കുതിരയുടെ കടിഞ്ഞാണ് പിടിച്ച് അതിശക്തിയായി ചലിപ്പിച്ചു. എന്റെ കൂടെയുള്ളവരും എന്നോടൊപ്പം തന്നെ യാത്രയാണ്. ഞങ്ങൾ സ്വർഗത്തിലേക്ക് പോകുന്നതായിട്ടാണ് തോന്നുന്നത്. ഞങ്ങൾ മത്സരിച്ചുകൊണ്ട് മുന്നേറുകയാണ്. എന്റെ കൂടെയുള്ളതായ ആളുകൾ അവരുടെ കുതിരയുടെ കടിഞ്ഞാണ് ശക്തിയായി ചലിപ്പിച്ചുകൊണ്ട് എന്റെ മുന്നിലൂടെ ചീറിപ്പാഞ്ഞുകൊണ്ട് പോയാണ്. ഇതാ സ്വർഗത്തിലേക്ക് അവർ അടുക്കാറായി. ഒരുപാട് പിന്നിലാണ് ഞാനുള്ളത്. ഞാൻ വല്ലാതെ ശക്തിയായി എന്റെ കുതിരയുടെ കടിഞ്ഞാൻ ചലിപ്പിച്ചു നോക്കി. ഫമാ അൽഹഖഹും, അവരോടൊപ്പം ചെന്നു ചേരാൻ എനിക്ക് സാധിക്കുന്നില്ല. സ്വർഗത്തിലേക്ക് ഞാൻ എത്താറായി, പക്ഷെ അവരെക്കാൾ ഒരുപാട് പിന്നിലാണ്. ഫൽതഫത ഇലയ്യ വാഹിദും മിൻഹും, അവരിൽ നിന്ന് ഒരാൾ തിരിഞ്ഞു നോക്കിയിട്ട് എന്നോട് പറയുകയാണ്, യാ ഉമൈർ ഇന്നക ലാ തസ്തതിഉ അൻ നൽഹഖ ബിനാ, അല്ലയോ ഉമൈറേ, നിനക്ക് ഞങ്ങളോടൊപ്പം വന്നു ചേരാൻ പറ്റുകയില്ല, ഞങ്ങളോടൊപ്പം വന്നു ചേരാൻ സാധിക്കുകയില്ല. ഞാൻ കുതിരയുടെ കടിഞ്ഞാണ് ശക്തിയായി ചലിപ്പിച്ചുകൊണ്ട് ചോദിച്ചു, ബിമാ, എന്ത് കാരണത്താലാണ്, എന്തുകൊണ്ടാണ്? എന്റെ കയ്യിൽ കുതിരയുണ്ട്, എന്റെ കയ്യിൽ കടിഞ്ഞാനുണ്ട്. ഞാൻ വീണ്ടും ശക്തിയായി ചലിപ്പിച്ചു നോക്കി. പക്ഷേ ഫമാ അൽഹഖും, അവരോടൊപ്പം ചെന്ന് ചേരാൻ
ചെല്ലാൻ എനിക്ക് സാധിച്ചില്ല. അവരതാ അതിശക്തിയായി ചലിപ്പിച്ച് സ്വർഗത്തിന്റെ കവാടത്തിനുള്ളിലേക്ക് കടന്നുപോയി. ആ മനുഷ്യൻ വിളിച്ചു പറയുന്നുണ്ട്, ലിഅന്നാ സല്ലൈനൽ ഇശാ മഅൽ ജമാഅ വഅൻത ലം തുസല്ലിൽ ഇശാ മഅൽ ജമാഅ. ഞങ്ങൾ ഇശാ നമസ്കാരം ജമാഅത്തായി അവ്വൽ വഖത്തിൽ നമസ്കരിച്ചവരാ. നീ അവ്വൽ വഖത്തിൽ നിസ്കരിച്ചിട്ടുണ്ട്, പക്ഷേ ജമാഅത്ത് ഇല്ലാതെ നിസ്കരിച്ചവനാണ്. 27 ഇരട്ടി പ്രതിഫലം കിട്ടുന്ന ജമാഅത്തായ നമസ്കാരം പള്ളിയിൽ വന്ന് നമസ്കരിച്ച് ഞങ്ങൾക്ക് ഇതാ സ്വർഗത്തിലേക്കുള്ള പ്രയാണം എളുപ്പമായി പോയി. നീ ഞങ്ങളിൽ നിന്ന് പിന്തിപ്പോകാനുള്ള കാരണം നീ ജമാഅത്തായി നമസ്കരിച്ചിട്ടില്ല. ഇശാ നമസ്കരിച്ചവനാണ്. 27 തവണ ആവർത്തിച്ച് നമസ്കരിച്ചാലും ഞങ്ങളോടൊപ്പം ജമാഅത്തായി നിസ്കരിച്ചതിന്റെ കൂലി ലഭിക്കുകയില്ല. ലിഅന്നാ സല്ലൈനൽ ഇശാ മഅൽ ജമാഅ വഅൻത ലം തുസല്ലിൽ ഇശാ മഅൽ ജമാഅ. ഞങ്ങൾ ഇശാ നമസ്കാരം ജമാഅത്തായി നിസ്കരിച്ചു. നീ ജമാഅത്തായി നിസ്കരിച്ചില്ല, നീ ഒറ്റയ്ക്ക് 27 തവണ ആവർത്തിച്ചു. അതുകൊണ്ടൊന്നും ബലമില്ല. അതുകൊണ്ട് ഞങ്ങളുടെ ദറജ ഞങ്ങളോടൊപ്പം എത്താൻ പറ്റൂല എന്ന് ചിന്തിക്കണം. ഉമൈർ ഇബ്നുൽ ഖവാരി റളിയല്ലാഹു അൻഹു പറയാണ്, ഫബകൈതു ബുകാഅൻ ശദീദ, ഞാൻ ശക്തിയായി കരഞ്ഞുപോയി. എന്തുകൊണ്ട്? സ്വർഗത്തിലേക്ക് കിടക്കുന്നുണ്ട്, പക്ഷേ എന്നോടൊപ്പമുള്ള ജമാഅത്തിൽ പങ്കെടുത്തിരുന്ന ആളുകളോടൊപ്പം എനിക്ക് കിടക്കാൻ കഴിയുന്നില്ലല്ലോ. ഒരൊറ്റ വഖത്തിന്റെ ജമാഅത്ത് മുടങ്ങിയതിന്റെ കാര്യം പറയുന്നത്. അവ്വൽ വഖത്തിൽ തന്നെ നിസ്കരിച്ചു അദ്ദേഹം. എത്ര വട്ടം നിസ്കരിച്ചു? 27 തവണ ആവർത്തിച്ച് നിസ്കരിച്ചു. എങ്ങനെയെങ്കിലും ആ കൂലി കിട്ടാൻ. പക്ഷെ ആ കൂലി എത്തുന്നില്ല. അതാണ് ജമാഅത്തായി നിസ്കാരത്തിന്റെ കാര്യമെന്ന് പറയുന്നത്. നിസ്കാരം എന്ന് പറഞ്ഞാൽ നിസ്സാരതല്ല. അത്തിപ്പറ്റ ഉസ്താദിനെ മറ്റുള്ള ഔലിയാക്കളിൽ നിന്ന് വ്യതിരക്തമാക്കുന്നതും അത് തന്നെയല്ലയോ. ഒരൊറ്റ നമസ്കാരം ജീവിതത്തിൽ ഒഴിവാക്കിയിട്ടേ ഇല്ല. ഒരുപാട് സ്ഥലങ്ങൾ യാത്ര ചെയ്തവരാണ്, പല രാജ്യങ്ങളും സന്ദർശിച്ചവരാണ്. പക്ഷെ ഒരൊറ്റ വഖത്ത് പോലും അവിടുത്തെ ജീവിതത്തിൽ ഖളാ ആയിട്ടില്ല. ശ്രദ്ധാലുവാണ്. മനസ്സിലാക്കണം. നമ്മൾ അവരുടെ ഇങ്ങനെ പറഞ്ഞിട്ട് അതൊക്കെ പോയിട്ട് സുബൈയാകാറായി കാരം വെച്ചോണ്ടിരിക്കുക. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. പിന്നെ അങ്ങനെ നമ്മൾ നന്നാവും. നമ്മൾ അവരുടേതാകുന്ന സഞ്ചാരപാതകൾ നമ്മളും പിന്തുടരണ്ടേ. അവരെങ്ങനെയായിരുന്നു അവരുടെ ജീവിത ചരിത്രം, അവരിലുള്ള നന്മകൾ നമ്മൾ സംശീകരിച്ചെടുക്കണ്ടേ. എന്നാലേ നമ്മൾ രക്ഷപ്പെടുള്ളൂ. ആദ്യ വഖത്തിൽ സ്ത്രീകൾ നമസ്കരിക്കണം. സ്ത്രീകൾ, പുരുഷന്മാരും അങ്ങനെ തന്നെ. അവ്വൽ വഖത്തിൽ നമസ്കരിക്കുക, അതിനാണ് ശ്രേഷ്ഠത. പല സഹോദരിമാരും ളുഹർ നിസ്കരിക്കുന്നത് എപ്പോഴാ? അസർ ബാങ്ക് വിളിക്കുന്നതിന് തൊട്ട് മുമ്പാണ്. ഒരു 3 മണിയാകുമ്പോൾ പതുക്കെ കുളിച്ച് റെഡിയായി റാഹത്തായിട്ട് വരും. മുസല്ല വിരിച്ച് ളുഹർ നിസ്കരിച്ച് കഴിഞ്ഞാൽ ഉടനെ പള്ളിയിൽ നിന്ന് എന്ത് വിളിച്ചിരിക്കണം? എന്ത് വിളിക്കണം? അസർ വിളിക്കണം. ഇല്ലെങ്കിൽ മോദിനെ മാറ്റാനാണ് പറയുന്നത്. ഭർത്താവിനോട് പറയും നമ്മളും സപ്പോർട്ട് ചെയ്യുക, മുമ്പരെ മാറ്റിയേക്കും. ഇത് കഴിഞ്ഞാൽ ഉടനെ അസർ. പിന്നെ അസർ വേഗം നിസ്കരിച്ച് അതിൻ്റെ കൂട്ടത്തിൽ അല്ലാഹ്. പിന്നെ ഒരു ഇറക്കമൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഓർക്കും നഫീസത്തുൽ മിസ്രിയ വരുന്ന പോലെയാണ്. എല്ലാം കഴിഞ്ഞിട്ട് വരുന്ന പോലെ ഇരിക്കും. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ഒരൊറ്റ വഖത്ത് കറക്റ്റല്ല. തോന്നുമ്പോൾ നിസ്കരിക്കാൻ, ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് എല്ലാം കഴിഞ്ഞ് ഓലിയൊക്കെ കഴിഞ്ഞിട്ട് ചിലർ ളുഹർ നിസ്കരിക്കുന്നത്, സുബൈ നിസ്കരിക്കുന്നത് ളുഹറിൻ്റെ കൂടെ, ളുഹർ നിസ്കരിക്കുന്നത് അസറിൻ്റെ കൂടെ. ഇങ്ങനെയൊക്കെ ഒരു കാട്ടിക്കൂട്ടൽ വരാൻ പാടില്ല. ബാങ്ക് വിളിച്ച ശുദ്ധിയുണ്ട്, വേഗം തന്നെ അവ്വൽ വഖത്തിൽ ആ നമസ്കാരം നിർവഹിച്ചിരിക്കണം. അങ്ങനെ നിസ്കരിച്ചാൽ കിട്ടുന്ന നേട്ടം എന്താ? കേട്ടൊരു ഹദീസ്. قال رسول الله صلى الله عليه وسلم إذا صلى العبد في أول وقتها صعدت إلى السماء حتى انتهى إلى العرش فيدعو له عند الله سبحانه حفظك الله كما حفظتني.
നബിയന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നമസ്കാരം അവ്വൽ വഖത്തിൽ നീ നിർവഹിച്ചാൽ നിന്റെ നമസ്കാരം അല്ലാഹുവിന്റെ ദർബാറിലേക്ക് ആ നമസ്കാരം തന്നെ ഓട്ടോമാറ്റിക്കായി കയറുകയാണ്. അർശിന്റെ ഉടമസ്ഥനായ പടച്ച റബ്ബിന്റെ തിരുസവിധത്തിലേക്ക് നിന്റെ നമസ്കാരം ചെന്ന് നിൽക്കുകയാണ്. ഒരു മലക്കും അത് കൊണ്ടുപോകണ്ട, നേരെ ഉയർത്തി കൊണ്ടുപോയാണ് അള്ളാഹുവിന്റെ തിരുസവിധത്തിലേക്ക് നമസ്കാരം ചെന്ന് ചേരുകയാ. നിസ്കാരത്തിൽ നിന്ന് നീ സലാം വീട്ടിയാൽ ഉടനെ നീ ബാങ്ക് വിളിച്ച അവ്വൽ വഖത്തിൽ ജമാഅത്തായി പള്ളിയിൽ പോയി നമസ്കരിച്ചവനാണോ? ബാങ്ക് വിളിച്ചപ്പോൾ അവ്വൽ വഖത്തിൽ തന്നെ wudu എടുത്തുകൊണ്ട് വീടിന്റെ അകത്തളങ്ങൾ നമസ്കരിച്ചവളാണോ? നിന്റെ നമസ്കാരത്തിൽ നിന്ന് സലാം വീട്ടിയാലുടനെ ആകാശ ലോകത്തേക്ക് നമസ്കാരം ഉയർത്തപ്പെടുകയാണ്. 7 ആകാശങ്ങൾക്കപ്പുറം ആലമുൽ ജബറൂത്തും മലക്കൂത്തും നാസൂത്തും കഴിഞ്ഞ് അള്ളാഹുവിന്റെ അർശിന്റെ സവിധത്തിലെത്തിക്കൊണ്ട് നിനക്ക് വേണ്ടി ദുആ ചെയ്യുകയാണ്. حفظك الله كما حفظتني حفظك الله كما حفظتني നമസ്കാരമാകുന്ന എന്നെ നീ കാത്ത് സംരക്ഷിച്ചതുപോലെ അല്ലാഹു നിന്നെയും കാത്ത് സംരക്ഷിക്കട്ടെ എന്ന് നമസ്കാരം നിനക്ക് അനുകൂലമായി ദുആ ചെയ്യുമെന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. നിന്റെ വീടുകളിൽ, നിന്റെ സ്ഥാപനങ്ങളിൽ, നിന്റെ കുടുംബത്തിൽ, നിന്റെ മക്കളിൽ, നിന്റെ വാഹനങ്ങളിൽ, നിന്റെ യാത്രയിൽ, നിന്റെ ജീവിതത്തിന്റെ വ്യവഹാരങ്ങളിലെല്ലാം അള്ളാഹു നിനക്ക് സംരക്ഷണം നൽകട്ടെ എന്ന് നിസ്കാരം അള്ളാഹുവിന്റെ അടുക്കൽ ചെന്നുകൊണ്ട് ദുആ ചെയ്യുമ്പോ ഫയഖൂലുൽ മലായികതു ആമീൻ. അർശിന്റെ ഉടമസ്ഥനായ പടച്ച റബ്ബിന്റെ തിരുഹളറത്തിൽ വെച്ച് മലക്കുകൾ അതിന് ആമീൻ പറയുമേ, ആമീൻ പറയുമേ എന്ന് നബിയുനാ ശഫീഉനാ റസൂലുള്ളാഹി. കണ്ടോ, അവ്വൽ വഖത്തിൽ നിസ്കരിച്ചാൽ ആ നിസ്കാരം അള്ളാഹിന്റെ ഹളറത്തിലെത്തിയിട്ട് നമുക്ക് വേണ്ടി ദുആ രക്കും, നിസ്കരിച്ചവന് വേണ്ടി.